ബൈജൂസിനെതിരായ കേസ് മുഴുവൻ അവസാനിപ്പിക്കാമെന്ന വാഗ്ദാനവുമായി അമേരിക്കൻ വായ്പാദാതാക്കൾ ബൈജു രവീന്ദ്രനെ സമീപിച്ചു. ബൈജൂസ് വായ്പാ തിരിച്ചടവുകൾ മുടങ്ങുകയും പാപ്പരത്ത നടപടികളിലേക്ക് വീഴുകയും ചെയ്തിരുന്നു. ഈ അവസരം തന്ത്രപരമായി മുതലെടുത്താണ് US വായ്പാദാതാക്കളുടെ ഇപ്പോഴത്തെ ഈ വാഗ്ദാനം. ബൈജൂസിനും മണിപാൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിനും മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസിലെ 30% ഓഹരി പങ്കാളിത്തം അനുവദിച്ചാൽ കേസെല്ലാം ഒത്തുതീർപ്പാക്കാമെന്നാണ് അവരുടെ വാഗ്ദാനം. മലയാളിയായ ബൈജു രവീന്ദ്രൻ സ്ഥാപിച്ച ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബൈജൂസ്. തിങ്ക് ആൻഡ് ലേൺ എന്ന മാതൃ കമ്പനിക്ക് കീഴിലാണ് ബൈജൂസ് സ്ഥാപിച്ചത്. 20-ലേറെ രാജ്യങ്ങളിൽ പ്രവർത്തന സാന്നിധ്യമുള്ള ബൈജൂസ് കോവിഡ് കാലത്താണ് കൂടുതൽ വളർച്ച കൈവരിച്ചത്. എന്നാൽ 2023-ൽ US വായ്പാദാതാക്കളുമായി തെറ്റിയതോടെയാണ് ബൈജൂസിന്റെ പതനം ആരംഭിച്ചത്. വായ്പാ തിരിമറിയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ആരോപിച്ച് അമേരിക്കൻ വായ്പാദാതാക്കൾ ബൈജൂസിനെതിരെ കോടതിയിലെത്തുകയായിരുന്നു. $100 കോടി ഏകദേശം 10,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു US ആസ്ഥാനമായ ഗ്ലാസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള വായ്പാദാതാക്കൾ കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിലും US-ലും സിംഗപ്പൂരിലും ഇത് സംബന്ധിച്ച കേസ് നടക്കുകയാണ്. ബൈജൂസിനെതിരെ പാപ്പരത്ത നടപടി തേടിയാണ് കേസ്. നിലവിൽ ബൈജൂസിന്റെ വിപണി മൂല്യം വെറും 0-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. 2021-ലാണ് $100 കോടി ആകാശിനെ ബൈജൂസ് ഏറ്റെടുത്തത്. പിന്നീടാണ് ആകാശിലെ ഓഹരി പങ്കാളിത്തം സ്വന്തമാക്കാൻ മണിപ്പാൽ ഗ്രൂപ്പ് രംഗത്ത് വന്നത്. ആകാശിന്റെ നിലവിൽ $200 കോടി മൂല്യമാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ 300-ലേറെ കേന്ദ്രങ്ങൾ ആകാശിനുണ്ട്. 5000-ലേറെ വിദഗ്ധ അധ്യാപകരുമുണ്ട്. അതേസമയം ആകാശിന്റെ 30% ഓഹരി പങ്കാളിത്തം തേടിയെന്ന റിപ്പോർട്ടിന്മേൽ ആകാശ് അധികൃതരോ ബൈജൂസോ പ്രതികരിച്ചിട്ടില്ല. ഗ്ലാസ് ട്രസ്റ്റും മണിപ്പാൽ ഗ്രൂപ്പും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല.